എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്ളോഗാണ് കേട്ടോ. നമ്മളൊന്ന് പുറത്തു പോകലാന്ന്. അപ്പം അതിന് എന്തെല്ലാന്നെന്നല്ല കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എവിടെയാണ് പോകുന്നതെന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. വെറുതെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാ കേട്ടോ. അതുകൂടി ഇരിക്കുന്നുണ്ട്, ഞാനുണ്ട്, വണ്ടി ഓടിക്കുന്നുണ്ട്, അഭിനവുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് മിലിറ്ററി ഏരിയ ആണ് കേട്ടോ. ഇതെല്ലാം മിലിറ്ററി ഏരിയ ആണ്, രണ്ട് സൈഡും ഉണ്ടല്ലേ. ഷെഡ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചത് കേട്ടോ. നമ്മളെ വീട്ടിൻ്റെ അടുത്താണ്. പൂക്കളുണ്ട് കേട്ടോ. ബോഗൻവില്ല നല്ല വ്യത്യസ്ത കളറ് ഉള്ള നല്ല അടിപൊളി പൂക്കളുണ്ട് കേട്ടോ. പിങ്ക് കേട്ടോ. ഇത് മിലിറ്ററിൻ്റെ AOC സെന്ററിൻ്റെ ഇത് കണ്ട ആരോ പിക്ചറാണ് കേട്ടോ. ഹൈദരാബാദ് ഉണ്ട് ഉണ്ടല്ലേ മിലിറ്ററി. സൂപ്പർ. ഇല്ല ഇതെല്ലാം ഇപ്പൊ പുതിയതാക്കിയതാ. ഞാൻ കുറേ കാണാൻ മിന്നാന്ന് നമ്മളിപ്പോ ഇല്ലേ എന്നിടത്തും ഞാൻ കണ്ടില്ല കേട്ടാ. പഴയ ഇല്ലപ്പാ കണ്ടൊരു യുദ്ധങ്ങളും അല്ലാണ്ടാ. നമ്മളെ റോഡല്ലേ ശ്രദ്ധിക്കൂ. കഴിഞ്ഞല്ലേ AOC സെന്റർ. നല്ല രസമുണ്ട്. ബിരിയാണി, മെട്രോ അല്ലേ. നല്ല പെയിന്റിങ് അല്ലേ. അങ്ങനെ നമ്മൾ ഹുസൈൻ സാഗർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. അപ്പോൾ അവിടെ സൂര്യാസ്തമയമായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. സൂര്യൻ അസ്തമിക്കുന്നത് കാണാൻ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പണ്ട് കോടീശ്വരം എന്നുള്ള പരിപാടിയിലില്ലേ, സുരേഷ് ഗോവിൻ്റെ ഓപ്പോസിറ്റും ചെയ്യുന്നുണ്ട് ഹുസൈൻ സാഗറിനെ പറ്റി. അതാണ് ഇത് കേട്ടോ. അതൊക്കെ ബുദ്ധിയുള്ളത് മൊത്തം ഇതാണ് ലേക്കാണ് കേട്ടോ അത്. അപ്പോൾ അത് കണ്ട് പിന്നെ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ബാഗ് വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി കേട്ടോ പറഞ്ഞു, നീ പോയി വാങ്ങിച്ചോ വേണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി. എന്നിട്ട് അപ്പം ഞാൻ ഇവരോടെല്ലാം ചോദിക്കില്ല, നമുക്ക് എന്ത് സാധനം എനക്ക് വാങ്ങിക്കുമ്പോൾ ഞാൻ ഇവരോട് കുറേ പ്രാവശ്യം ചോദിക്കണം കേട്ടോ. ഇതെങ്ങനെയുണ്ട്. പക്ഷേ ഇവർക്ക് ഞാൻ വേഗം സഹായിച്ചു കൊടുക്കും. ഇവർക്ക് എന്തെങ്കിലും സാധനം വാങ്ങുന്നതെന്ന് ഞാൻ വേഗം സെലക്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. എനിക്ക് ആരെങ്കിലും ഒരാൾ പറയണം, ഇവരാരെങ്കിലും ഒരാൾ ഓക്കെ അടിപൊളിയാന്ന് പറയണം. അപ്പം അതുകൊണ്ട് എനിക്ക് ഏതെടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പം ഞാൻ ഇവരോട് ഇങ്ങനെ ചോദിക്കുന്നത് ഏതാ നല്ലതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ ലാസ്റ്റിന് 2 ബാഗ് എടുത്തു. ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ. സൈഡിൽ നല്ല ചെടികളാണ് കേട്ടോ. കണ്ടില്ലേ, GHMCൻ്റെ
നല്ല അടിപൊളി ചെടി. കുറച്ച് ഒന്ന് എടുക്കാൻ പറ്റുമോ എടുക്കായിരുന്നു. നല്ല അടിപൊളി സെറ്റ് ചെടി എന്നിട്ടാ മല്ലന പോയി ഇതല്ലേ എക്സിബിഷൻ ഉണ്ട് കേട്ടാ. ജയൻ വില്ല പിന്നെ മരടക്കുണ്ടില് നമ്മുടെ നാട്ടിൽ അതെല്ലാം ഉണ്ട് കേട്ടാ. ഉണ്ടല്ലേ ഇതെന്താ എന്നാ പേര്? മെരി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ വിന്റർ ഉത്സവ് എന്നാ പറയുന്നത്. നമ്മളിറങ്ങുന്നൊന്നുമില്ല കേട്ടോ. ഭയങ്കര തിരക്ക് വന്നു. കുതിരയെല്ലാം ഉണ്ട് കേട്ടോ. മാങ്ങ ചോളം എല്ലാം ഉണ്ട്. ഏതച്ചക്ക ഐസ്ക്രീം കടലയില്ലേ അതെല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ അംബേദ്കറിൻ്റെ സ്റ്റാച്ചു ആണ് കേട്ടോ. ഭയങ്കര തിരക്കാണ് റോഡെല്ലാം. എവിടെ അങ്ങനെ ഇറക്കുന്നുണ്ട്. ഇത് അമ്പലം തോന്നല്ലേ. സീത കൃഷ്ണനാ അത്? രാമനും ലക്ഷ്മണനും സീതയും തോന്നുന്നു. എനിക്കറിയില്ല. പക്ഷെ നീലയുണ്ട്. കൃഷ്ണനല്ലേ നീല? നമ്മളെ ബുദ്ധൻ കണ്ടില്ലേ? എല്ലാരും വൈകുന്നേരം ആകുമ്പോ അതോ വൈകുന്നേരം ആകുമ്പോ എല്ലാരും ഇങ്ങനെ വന്ന് കേട്ടോ. മെഹന്തി ഇടുന്നുണ്ടോ കയ്യില? ചുവപ്പ് സാധനം കളർ ഇടുന്ന സാധനം അത്. ഭയങ്കര തിരക്കാണ് റോഡെല്ലാം. ചോളമുണ്ട്. ഉണ്ടല്ലേ അതോ ബലൂണൊക്കെ നല്ല രസമാണ്. അസംബ്ലി അല്ല സെക്രട്ടറി അതിൽ വന്നില്ല സമാധി. നമുക്ക് ഒരു ദിവസം പോവാട്ടെ. ഇപ്പം എല്ലാവർക്കും എക്സാം എല്ലാം തുടങ്ങാനായി. എല്ലാവരും പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം അല്ലേ. അപ്പം പിന്നെ നമ്മൾ എവിടെയും പോക്ക് കുറവാട്ടോ. ഇപ്പം കുറേ നമ്മൾ പുറത്തേ ഇറങ്ങില്ല. എത്രയോ ദിവസത്തിന് ശേഷം നമ്മൾ വന്നത് കേട്ടോ. വേണ്ടത് ഇതാണ് നമ്മുടെ സെക്രട്ടറിയേറ്റ്. അല്ലേ അടിപൊളിയല്ലേ? ഇത് KCR ആക്കിയതല്ലേ? KCR ആക്കിയതാണ്. ലൈറ്റിൽ അടിപൊളി ടപ്പാണ് കേട്ടോ. ഇൻഡിപെൻഡൻസ് ആണെന്നില്ലല്ലോ. എങ്ങണ്ടാ അതാണ് ബിർള മന്ദിർ കേട്ടോ. ഇപ്പുറത്തെ മാർബിളാണ് കേട്ടോ അവിടെ. അതുകൊണ്ട് അങ്ങറ്റത്ത്. പക്ഷേ നമുക്ക് അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഫോട്ടോ അലൗഡ് അല്ല. മൊത്തം മാർബിളാണ് കേട്ടോ. അത് ഉണ്ടാ ആ ഹോട്ടൽ കണ്ടില്ല അതിൻ്റെ ബാക്കിലാണെണ്ടാ. അതാണ് ബിർള മന്ദിർ. നല്ല അടിപൊളി അമ്പലം കേട്ടോ അത്. ഇത് എന്താണ് ദിയാലരട്ടാ ഉണ്ടല്ലേ. ഇത് തെലുങ്കാന ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തോ അല്ലേ? അതില് മരിച്ചവർക്ക് വേണ്ടിയിട്ടാന്ന് തോന്നുന്നു അല്ലേ? ഇത് തെലുങ്കാനയും ആന്ധ്രയും പണ്ട് ആന്ധ്രാപ്രദേശ് എന്ന് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ തെലുങ്കാന ആക്കിയത് കുറേ ഫൈറ്റിന് ശേഷമാണ് രണ്ടായിട്ട് ഡിവൈഡായി. ആന്ധ്രാപ്രദേശ് ആന്ധ്രയും തെലുങ്കാനയായിട്ട്. അപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ മരിച്ചിന് പോലും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മരിച്ചവർക്ക് വേണ്ടി ഓർമ്മക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ പോലും ഇത് സ്മൃതി മണ്ഡപം അത് പറയുന്നത്. പട്ടം കണ്ട
നമുക്കിനി സംക്രാന്തി വരുന്ന കേട്ടോ. അതുകൊണ്ട് കുറേ പട്ടങ്ങൾ വെക്കാൻ വെച്ചിട്ടുണ്ട്. എടുക്കണം. ഒരു പിസ 4 ആൾക്ക് കഴിക്കാം. പിസ്സ കഴിക്കാൻ നമ്മളെല്ലാവരും ഇരുന്നിട്ടുണ്ട് കേട്ടോ, കഴിക്കാനായിട്ട് കഴിക്കാൻ വേണ്ടി പോവലാണ്. പ്ലേറ്റ് ഇപ്പം പാറ്റണം. നല്ല കേട്ടോ. എങ്ങനെയുണ്ട് അപ്പി? അത് എങ്ങനെയുണ്ടത്? ഓക്കെ എല്ലില്ല. നമ്മളത് കഴിച്ച് മടങ്ങി കേട്ടാ. നമ്മൾ വീട്ടിലേക്ക് പോകാന്ന് ഫ്രീ ആയിട്ട്. നമ്മൾ പുറത്തൊന്നും ഇറങ്ങിയിട്ടേനു കേട്ടാ. കുറേ ദൂരം പോയിന്, പക്ഷെ നമ്മൾ പുറത്തൊന്നും ഇറങ്ങിയിട്ട. ഇപ്പോൾ പുറത്തിറങ്ങിയതേട്ടാ പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട്. പിസ്സ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോക്കാം. അങ്ങനെ നമ്മൾ വീടെത്തിയേട്ടാ. ഞാൻ വാങ്ങിച്ച ബാഗ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാട്ടോ. 2 എണ്ണം വാങ്ങിച്ചേട്ടാ. വലുത് ഏതാ എടുക്കേണ്ടതെന്നൊന്നും തോന്നുന്നത് അങ്ങനെ എന്താ പറയുക, ഒരു കൺഫ്യൂഷൻ. അതിൻ്റെ കൂടെ ഏതാ ചെറിയൊരു പേഴ്സും ഉണ്ട് കേട്ടാ. കുഞ്ഞു പേഴ്സ്, ഇതില്ലേ ചെറിയ പേഴ്സ് കേട്ടോ. എന്താ എന്താ 2 കളിയുണ്ട് കേട്ടോ. പേഴ്സിലിടുന്നുണ്ട്. ഉണ്ടല്ലേ, നല്ല വലിയ കളിന് അത്യാവശ്യം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. നല്ല ബാഗാണ് കേട്ടോ. 200 രൂപക്കല്ലേ. അപ്പോൾ ഈ വലിയതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ അല്ല. നമുക്ക് രണ്ടാമത്തെ വേഗം സെറ്റ് വേഗാന്നേ. ഇതിൻ്റെ മറ്റേ ഇങ്ങനെ ഇടുന്നത് പക്ഷേ ഇങ്ങനെ ഇടുന്ന സാധനത്തിൻ്റെ ഇത് വേണ്ടല്ലേ, അതില്ലാന്ന് തോന്നുന്നു. പേപ്പർ തിരികിയിട്ടുള്ള കേട്ടോ. ഇതിനും ഇങ്ങനെ ഒരു വലിയ കള്ളി പിന്നെ ഒരു ചെറിയ കള്ളിയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഉണ്ടല്ലേ, നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്, ഇതിടാം കേട്ടോ. കുറച്ച് കട്ടിയുണ്ട്. കൊളത്തുന്നില്ല. കൈ നോക്കേ കണ്ടില്ലേ, ഇട്ട് നല്ല അടിപൊളി ബാഗ് കേട്ടോ. 200 രൂപക്കല്ലേ, അത്ര നല്ല ബാഗല്ലേ ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി പിന്നെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.